ലോകമെമ്പാടുമുള്ള എൻ്റെ എല്ലാ മലയാളികൾക്കും ഒരു വിഷുദിന ആശംസകൾ നേരുന്നു. ഇന്നത്തെ വീഡിയോ ഒരു വിഷു സ്പെഷ്യൽ ഒന്നുമല്ല, പക്ഷെ എനിക്ക് വിഷു ദിനത്തിൽ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വേറൊന്നല്ല, കഴിഞ്ഞ ദിവസം ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പോൾ വേറൊന്നല്ല, അതായത് എന്നെ കുറിച്ച് അറിയണോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണോ എന്ന് വെച്ചിട്ടാണ് പോൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഒരു കുറച്ച് പേരൊക്കെ അതിനകത്ത് പോളിന് ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ പകുതി കൂടുതൽ ആൾക്കാരും നോ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ എന്നാലും കുറച്ച് പേര് ഒരു ഒരു 38-40% ആൾക്കാരും വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പൊ എന്തായാലും അവർ ഈ വീഡിയോ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്തായാലും പിന്നെ അതുപോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ എന്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ തൊട്ടപ്പുറത്തൊരു ബെൽ ഐക്കൺ കാണും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പൊ ഞാൻ എന്തായാലും എന്നെ കുറിച്ച് പറയാം. എന്റെ പേര് എന്ന് പറഞ്ഞിട്ട് ഋതുപർണ എന്നാണ്. ഒരു പ്രത്യേക ഒരു നെയിമാണല്ലോ, ആർക്കും അങ്ങനെ കേട്ട് കാണത്തില്ല. അപ്പൊ എനിക്ക് ആ പേരിനോട് തന്നെ വലിയ താല്പര്യമില്ല, എന്നാലും ഓക്കെ, നമ്മുടെ പേരായിപ്പോയി, അതുകൊണ്ട് ഞാൻ പറയുന്നത് ഋതുപർണ എന്നാണ് എന്റെ പേര്. പിന്നെ ഞാൻ താമസിക്കുന്നത് ഇപ്പൊ ബാംഗ്ലൂരാണ്, ഇവിടെ വർക്ക് ചെയ്യാണ്, ഞാനൊരു നഴ്സാണ്. അത് എന്റെ സ്വദേശം എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ വാടനപ്പള്ളി എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത്. പിന്നെ വിചാരിക്കും എന്റെ സ്ലാങ് കേട്ടിട്ട് തൃശ്ശൂരിന്റെ ഒരു ഇതില്ലല്ലോ എന്നുള്ളത്. വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഒരു അഞ്ചാറ് വർഷം കൊണ്ട് ഞാനിപ്പം അവിടെ ഇവിടെ ആയിട്ട് മാറി മാറിയാണ്. കാരണം പഠിച്ചത് എറണാകുളത്തായിരുന്നു, ഇപ്പൊ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. അപ്പൊ പല ആൾക്കാരോട് സംസാരിച്ച് ആ സ്ലാങ് അങ്ങ് മാറിപ്പോയി. അപ്പൊ എന്തായാലും ബാക്കി കാര്യങ്ങൾ പറയാം. വീട്ടിലാണെങ്കിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ അനിയനുണ്ട്. അച്ഛൻ ഒരു സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നു, അമ്മ ഹൗസ് വൈഫാണ്. പിന്നെ അനിയൻ പഠിക്കുകയാണ്, കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. പിന്നെ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ 10ാം ക്ലാസ് +2 വരെ പഠിച്ചത് അവിടെ ഞങ്ങളുടെ സെയിം തൃശ്ശൂർ അവിടെ ഒരു ചെറിയൊരു സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. അതിനുശേഷമാണ് നഴ്സിംഗ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ അതിലോട്ട് പോയ ഒരാളാണ്. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല നഴ്സിംഗ് എന്ന്. എന്റെ ഡ്രീമിൽ ഉണ്ടായ ഒരു സ്വപ്നമൊന്നും അല്ലായിരുന്നു നഴ്സിംഗ് എന്ന് പറയുന്നത്. പക്ഷെ എങ്ങനെയോ നഴ്സിംഗിലോട്ട് പോയി. ഞാൻ പഠിച്ചത് എറണാകുളത്താണ്, അതായത് അമൃതാനന്ദമയുടെ നഴ്സിംഗ് സ്കൂൾ, അതായത് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്റർ, അവിടെയാണ് ഞാൻ പഠിച്ചത്. ഒരു 4 വർഷം അവിടെ തന്നെയായിരുന്നു. പിന്നെ ബിഗ് ബോസ് ഞാൻ പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു റീസെന്റ് ആയിട്ട് തുടങ്ങിയിട്ടുള്ളൂ, ഒരു 3-4 മാസമായി കാണും. പക്ഷെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളത് എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ എനിക്കൊരു പേടിയായിരുന്നു, എന്താ എങ്ങനെയായിരിക്കും അതിനെക്കുറിച്ചൊന്നും അറിയില്ല. കാരണം അങ്ങനെ വേണ്ട എന്ന് വിചാരിച്ചു, അങ്ങനെ നിന്നു. പിന്നെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇപ്പൊ തുടങ്ങാനുള്ള ഏറ്റവും വലിയ കാരണം എന്റെ ഫ്രണ്ട് തന്നെയാണ്. കാരണം ആള് ഓഫ് സ്ക്രീനിലാണ് എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. ആൾ ഒരിക്കലും ഓൺ സ്ക്രീനിലോട്ട് വരുന്ന എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും വീഡിയോ എടുത്ത് തരുന്നതും എന്റെ വീഡിയോസ് എഡിറ്റ് ചെയ്ത് തരുന്നതും എല്ലാ കാര്യങ്ങളും. ഇപ്പൊ ഞാൻ ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് ഇവിടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ആള് മാത്രമാണ്. അപ്പൊ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. എനിക്ക് പറയാന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയതിൽ വെച്ച് എന്റെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ്. അപ്പൊ ആളുള്ളത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടുന്നത്. എന്നേലും ഒരു ദിവസം ഓൺ സ്ക്രീനിൽ വരുന്ന പ്രതീക്ഷിക്കുക എന്തായാലും. അപ്പൊ ആളുടെ പേര് ചിഞ്ചു എന്നാണ്. പിന്നെ ഇതിന് ബാക്കി കാര്യങ്ങൾ പറയാം. ഇപ്പൊ എനിക്ക് ബിഗ് ബോസുമായിട്ടുള്ള ബന്ധം ഞാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് ബിഗ് ബോസ് സീസൺ 1 തുടങ്ങിയപ്പോൾ തൊട്ട് തുടങ്ങിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റിയാലിറ്റി ഷോ ആണ്. അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോനെ റിവ്യൂ ചെയ്യാമെന്ന് ആ കോൺസെപ്റ്റിലോട്ടും അതിനെ കുറിച്ചുള്ള ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പൊ അങ്ങനെ ആദ്യം തന്നെ എനിക്ക് ഫേസ് കാണിച്ചിട്ട് പറയാനും അതുപോലെ തന്നെ പറയാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം അല്ലാതെ ഫോട്ടോസ് ഒക്കെ ഇട്ട് അങ്ങനത്തെ വീഡിയോസ് ആണ് ഇട്ടത്. പക്ഷെ അപ്പൊ എനിക്ക് കുറച്ച് സപ്പോർട്ടൊക്കെ കിട്ടി. അപ്പൊ കുറച്ചുകൂടെ കോൺഫിഡൻസ് കൂടി. അങ്ങനെ പിന്നെ ഫേസ് കാണിക്കാമെന്ന് വിചാരിച്ചു. ഫേസ് കാണിച്ചുള്ള വീഡിയോസ് ഇട്ടു. അതിന് ആദ്യമൊന്നും വലിയ റീച്ച് ഒന്നും കിട്ടിയില്ലേനും, പക്ഷെ എന്നാലും കുറച്ച് പേരൊക്കെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങി. പിന്നെ കുറച്ചുകൂടെ കോൺഫിഡൻസ് കൂടി. ഇനിയും കോൺഫിഡൻസ് കൂടാനുണ്ട്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് വേണം, എന്നാലേ ബാക്കിയുള്ള കോൺഫിഡൻസ് കുറച്ച് കൂടുള്ളൂ. അപ്പൊ എന്റെ ബാക്കി കാര്യങ്ങൾ പറയാം. അതായത് എനിക്ക് തോന്നുന്നു 2016-ലാണ് ഞാൻ കോളേജിൽ ജോയിൻ ചെയ്തത്. അപ്പം സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒരു 17-18 ആണെന്ന് തോന്നുന്നു സീസൺ 1 തുടങ്ങുന്നത്. അപ്പൊ സീസൺ 1 തുടങ്ങുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോ കാണുന്നത്. മുന്നേ നമ്മുടെ ഹിന്ദിയിലും തമിഴിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാനതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ സീസൺ 1 അതായത് അപ്പൊ തുടങ്ങുമ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ അത് ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പൊ പക്ഷെ എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും റിയൽ ആണോ അല്ലെങ്കിൽ അവിടെ ചുമ്മാ ഒരു സ്ക്രിപ്റ്റഡ് ആണോ എന്ന് നിങ്ങൾക്കും ഇപ്പോൾ സംശയം കാണും. അതുപോലെ എനിക്കും ഒരു സംശയം തന്നെ ഉണ്ടായിരുന്നു, സത്യമാണോ എന്നുള്ള കാര്യം. പക്ഷെ എന്നാലും കാണാൻ തുടങ്ങിയപ്പോൾ ഒരു ഇൻട്രസ്റ്റ് വന്നു തുടങ്ങി. കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നി ഇത് സ്ക്രിപ്റ്റഡ് അല്ല എന്നുള്ള ഒരു തോന്നൽ എനിക്ക് വന്നു തുടങ്ങി. പിന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. പിന്നെ എനിക്ക് ആ സീസണിൽ എനിക്ക് ഇഷ്ടം കൂടുതലും പേളിമണിനായിരുന്നു. അപ്പൊ പേളിമണിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ എല്ലാ സീസണും കുത്തിരുന്ന് കാണാം. സീസൺ 1 അങ്ങനെ പിന്നെ ഞങ്ങൾ കോളേജിലുള്ള സമയത്ത് ഞങ്ങൾ കുറച്ച് അതായത് ഞങ്ങളുടെ ഹോസ്റ്റലില്
ഹോട്ട്സ്റ്റാറിലാണ് കേട്ടോ കാണുന്നത്. അപ്പൊ ഞങ്ങള് കുറച്ച് ആൾക്കാർ ഇരുന്നിട്ടൊക്കെ വീഡിയോ കാണുന്നത്, അതായത് ഈ ഹോട്ട്സ്റ്റാറിൽ എപ്പിസോഡ് കാണുന്നത്. അപ്പൊ ഞങ്ങളുടെ ക്ലാസ്സിലാണെങ്കിൽ ഞങ്ങൾക്ക് ക്യാമറ ഉണ്ട് കേട്ടോ. അപ്പൊ ഒരു മൂലയ്ക്ക് ഒരു ക്യാമറ ഉണ്ട്. അപ്പൊ ഞങ്ങൾ 5-6 പേര് ഒരു സീറ്റിലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഞങ്ങളിപ്പോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ ഇത് ബിഗ് ബോസ് പോലെ ഞങ്ങൾ ആക്ട് ചെയ്ത് കളിക്കാനൊക്കെ തുടങ്ങി. അതായത് ബിഗ് ബോസിനോട് പോയി കംപ്ലൈന്റ് ചെയ്യുന്നു, അവരിങ്ങനെ ചെയ്യുന്നു, അതേപോലെ മൈക്കൊക്കെ ഇട്ട് നമ്മൾ എങ്ങനെയാണോ ബിഗ് ബോസിൽ അവർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്ത് അതൊരു ഒരു പ്ലേ ആയിട്ട് കളിച്ചു തുടങ്ങി. പിന്നെ അതിനോടുള്ള ഇഷ്ടം കൂടി കൂടി പിന്നെ ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കി. ഞങ്ങൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ബി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി. ഞങ്ങൾ കുറച്ച് പേര് 5-6 പേരുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഭയങ്കര ഞങ്ങൾ അത്രയും പേര് ഭയങ്കര ബിഗ് ബോസിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരുന്നു. അങ്ങനെ അങ്ങനെ പോയി. പിന്നെ സീസൺ 1 കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഗ്യാപ്പ് എടുത്തല്ലോ സീസൺ 2 തുടങ്ങാനായിട്ട്. കുറച്ച് 2-3 വർഷം കഴിഞ്ഞിട്ടാണ് തോന്നുന്നു സീസൺ അതായത് സീസൺ 2 തുടങ്ങുന്നത്. 2 തുടങ്ങുന്ന സമയത്ത് ഞാൻ വീട്ടിലായിരുന്നു. അതായത് എനിക്ക് തോന്നുന്നു എന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞു, ഞാൻ വീട്ടിലിരിക്കുക. അപ്പൊ കൊറോണയുടെ സമയം, കൊറോണ സ്റ്റാർട്ടായി നമ്മളിവിടെ അധികം ആയിട്ടില്ല, സ്പ്രെഡ് ആയിട്ടില്ല. എന്നാലും കൊറോണ തുടങ്ങിയ ഒരു സമയമാണ്. അപ്പൊ വീട്ടിലായിരുന്നു. അപ്പൊ പഠിത്തമൊക്കെ കഴിഞ്ഞു. പിന്നെ ജോലിക്ക് റിസൾട്ട് ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുക. ജോലിക്ക് കയറിയിട്ടില്ല. ആ സമയത്താണ് നമ്മുടെ സീസൺ 2 തുടങ്ങുന്നത്. അപ്പൊ സീസൺ 2-ലൊന്നും നമ്മുടെ ലൈവ് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ എപ്പിസോഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ഓൾറെഡി സീസൺ 1 കണ്ട് ഫുൾ അഡിക്റ്റഡ് ആയി പോയി കഴിഞ്ഞു ഈ ബിഗ് ബോസിന്റെ അടുത്ത്. അപ്പൊ ഈ ബിഗ് ബോസ് അപ്പൊ ആ സമയത്ത് വീട്ടിൽ ടി വി ഒന്നും ഉണ്ടായിരുന്നില്ല. ടി വി കേടായിട്ട് എന്തോ ഇരിക്കുമായിരുന്നു. അപ്പൊ ഫോണിനകത്താണ് കാണുന്നത്. അപ്പൊ ഹോട്ട്സ്റ്റാറിൽ അന്ന് റീചാർജ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഡെയിലി കാണാൻ, മീൻസ് എന്നാണോ എപ്പിസോഡ് വരുന്നത് അന്ന് കാണാൻ പറ്റത്തില്ല, പിറ്റേ ദിവസം കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ എന്നും രാവിലെ കാത്തിരിക്കും അന്ന് കാണാൻ പറ്റത്തില്ല. അപ്പൊ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ നമുക്ക് ഇങ്ങനെ അറിയാൻ പറ്റും ഓരോ കാര്യങ്ങളൊക്കെ. അപ്പൊ എപ്പിസോഡ് കാണാത്തത് കൊണ്ട് ഭയങ്കര ഒരു സങ്കടം എനിക്ക്. അത് കാരണം ഞാൻ രാവിലെ എണീക്കുമ്പോ തന്നെ ഫസ്റ്റ് തന്നെ എണീക്കുന്നത് തന്നെ ബിഗ് ബോസിന്റെ എപ്പിസോഡ് കാണണം എന്ന് പറഞ്ഞിട്ടാണ് എണീക്കുന്നത്. എണീറ്റ് കഴിഞ്ഞാൽ ആ എപ്പിസോഡ് കാണാതെ പിന്നെ ഞാൻ വേറൊന്നും ചെയ്യത്തില്ല. അത് ആദ്യമേ തന്നെ എനിക്കത് കാണണം, അല്ലാതെ എനിക്ക് എന്താ പറയാ വേറെ സമാധാനം കിട്ടത്തില്ല. അത് തന്നെ കാണണം. അമ്മ എപ്പോഴും വഴക്ക് പറയും കേട്ടോ, ഞാൻ ഈ 24 മണിക്കൂർ ഇതിന്റെ പുറകെയാണ്, അതായത് ബിഗ് ബോസ് കണ്ടോണ്ടിരുന്നാൽ മതി, ലൈഫ് ഇതാണോ അങ്ങനെയാണോ അങ്ങനെ കുറെ വഴക്ക് പറയാറുണ്ട്. എന്നാലും എനിക്ക് എന്താ പറയാ, എനിക്കിത് കണ്ടില്ലെങ്കിൽ എനിക്ക് സമാധാനക്കുറവാ. പിന്നെ അതുപോലെ തന്നെ എപ്പിസോഡ് എനിക്ക് തോന്നുന്നു ആകെ 1 or 1.5 hour ഒക്കെ അപ്പോഴേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അൺകട്ടഡ് വീഡിയോസ് കൊണ്ട് യൂട്യൂബിലൊക്കെ വരും. പിന്നെ ഫുൾ ടൈം യൂട്യൂബിനകത്ത് ആൾക്കാർ വീഡിയോസ് ഇടും. അതുപോലെ തന്നെ എനിക്കൊന്ന് 1 മണിക്കോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു നമ്മുടെ ഈ 2 പേര് വന്നിട്ട് ഈ ബിഗ് ബോസിനെ കുറിച്ചുള്ള ചിറ്റ് ഉണ്ടായിരുന്നു. അതായത് നമുക്ക് എന്തൊക്കെ വേണമെങ്കിലും കമന്റ് ചെയ്യാം. അപ്പൊ അവരത് വായിക്കും, അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പൊ അതും കാത്തിരുന്നായിരുന്നു കാണും. പിന്നെ അതുപോലെ തന്നെ ഓരോ വീഡിയോസും എല്ലാം ഇരുന്ന് കുത്തിരുന്ന് കാണും. പിറ്റേ ദിവസം രാവിലെ ആവുന്ന വരെ എനിക്ക് തന്നെയാ പണി. ഈ ഓരോ വീഡിയോസ് പുതിയ വീഡിയോ വന്നിട്ടുണ്ടോ, ഈ അൺകട്ടഡ് വീഡിയോസ് അവരിങ്ങനെ എനിക്കൊന്ന് അവറിലെയോ അങ്ങനെ എന്തൊക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പൊ അതൊക്കെ നോക്കിയിരുന്ന് ഫുൾ ടൈം അത് കളഞ്ഞ പണി. വീട്ടിൽ വേറെ പണിയൊന്നും ചെയ്യത്തില്ലായിരുന്നു. അമ്മ അതുകൊണ്ട് എപ്പോഴും വഴക്ക് പറയുമായിരുന്നു. പക്ഷെ എനിക്ക് ഇത് കണ്ടോണ്ടിരുന്നേ പറ്റുള്ളൂ. അമ്മ എന്നും വഴക്കാ. അതിനുശേഷം പിന്നെ സീസൺ 2 പിന്നെ പകുതി വെച്ച് നിർത്തിയല്ലോ. ഞാൻ പറയട്ടെ, എനിക്കൊന്ന് സീസൺ 2 ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ രജിസ്റ്റാറിനായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആളെ. ആദ്യം എനിക്ക് ഒരു താല്പര്യം തോന്നി, പക്ഷെ ആ ഗെയിമിനകത്ത് വന്നതിന് ശേഷം പുള്ളിയുടെ എല്ലാരും കൂടെ ഒറ്റപ്പെടുത്തുന്ന കണ്ടിട്ട് ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇത് വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഗെയിമർ തന്നെയായിരുന്നു. അപ്പൊ ആ സീസണും കംപ്ലീറ്റ് ആയില്ല, അതും പകുതി വെച്ച് നിന്നു. അത് കഴിഞ്ഞു. പിന്നെ അത് കൊറോണ കാരണം നിർത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ സീസൺ 3 സ്റ്റാർട്ട് ചെയ്തു. 1 വർഷത്തോളം ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു കേട്ടോ. അതിനുശേഷം ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ ജോയിൻ ചെയ്തായിരുന്നു അവിടെ, ജോലിക്ക് കയറിയായിരുന്നു. അതും ബാംഗ്ലൂർ തന്നെയായിരുന്നു. പിന്നെ പക്ഷെ അവിടെ ഭയങ്കര കൊറോണയൊക്കെ ആയി. പിന്നെ എനിക്ക് ഭയങ്കര ഇതൊക്കെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നതുകൊണ്ട് പിന്നെ അവിടുന്ന് പോന്നു. പിന്നെ വീണ്ടും വീട്ടിൽ വന്നിട്ടോ. വീട്ടിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സീസൺ 3 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ വീണ്ടും അതിന്റെ പുറകെ തന്നെയായി. സീസൺ 3 തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ വീണ്ടും സീസൺ 3ന്റെ പുറകെയായി. ഫുൾ ടൈം ഈ പറഞ്ഞ പോലെ തന്നെ എപ്പിസോഡ് വരുന്നവരെ കാത്തിരുന്ന് കാണാം, രാവിലെ എനിക്ക് അത് കാണാം. സീസൺ 3യും സീസൺ 2വും ഞാനും എന്റെ അനിയനും ഒരുമിച്ച് ഇരുന്നിട്ടാണ് കണ്ടത്. സീസൺ 2 ഞാനും അനിയനും തന്നെ, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇരുന്നു. അവനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ കാണിച്ചു കൊടുത്തിട്ടാണ് അവനും അതിനകത്തോട്ടായത്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക്, ഞാനും എന്റെ അനിയനും ഇതന്നെ പണി. അമ്മയ്ക്ക് അപ്പൊ വീണ്ടും ദേഷ്യം വന്നു തുടങ്ങി. ഞങ്ങൾ രണ്ടുപേരും ഇതിന്റെ പുറകെയാണല്ലോ. അപ്പൊ രാവിലെ ഞാനും എന്റെ അനിയനും എണീക്കുക, ഇതിൽ നോക്കിയിരിക്കുക, എന്തെങ്കിലും വീഡിയോസ് വന്നിട്ടുണ്ടോ നോക്കുക. അവനും ഇതുപോലെ തന്നെ ഫുൾ ടൈം അതിനകത്ത് തന്നെ ആയിപ്പോയി. സീസൺ 3 പിന്നെ അവൻ അങ്ങനെ വന്നിട്ടില്ല. ഞാൻ തന്നെയായിരുന്നു കൂടുതലും കണ്ടോണ്ടിരുന്നത്. അവൻ എന്നോട് ചോദിക്കും എന്തായി ഞാനാ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ സീസൺ 3യും അങ്ങനെ കണ്ടു. സീസൺ 3 പക്ഷെ ഞാനപ്പോ ജോലിക്കൊന്നും അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ. കാരണം എനിക്കിത് ഇരുന്ന് കാണേണ്ട കാരണം ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല. അപ്പൊ അമ്മ പറയുന്നുണ്ട്, എന്ത് ജോലിക്ക്, ഇത്രയും പഠിച്ചതല്ലേ, ജോലിക്ക് പോകണ്ടേ എന്നൊക്കെ ചോദിച്ചാൽ എന്നെ എപ്പോഴും വഴക്ക് പറയും കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് പിന്നെ വേറെ വഴിയൊന്നും ഇല്ല, എന്തായാലും പോയേ പറ്റുള്ളൂ എന്നൊരു അവസ്ഥയായി വന്നു.
എനിക്ക് ജോലിക്ക് കയറണം, വീട്ടിലെ ഒരു അവസ്ഥയും അങ്ങനെയൊക്കെ തന്നെയായി. അപ്പൊ പിന്നെ എന്തായാലും ജോലിക്ക് കയറണം എന്ന് ഒരു ഇതിലോട്ട് ഞാൻ എത്തി. പിന്നെ വീണ്ടും ബാംഗ്ലൂരിലോട്ട് തന്നെ വന്നു. ഇപ്പൊ ആ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. അപ്പൊ അന്ന് വന്നതാണ് ബാംഗ്ലൂരിലോട്ട്. സീസൺ 3 അപ്പൊ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സീസൺ 3 അപ്പോഴും പകുതി വെച്ച് നിർത്തിയായിരുന്നു. ആ സമയത്ത് ആ ഒരു സമയമായപ്പോഴാണ് ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്യുന്നത്. പിന്നെ എന്റെ ഗ്രാൻഡ് ഫിനാലെ വന്നിട്ട് കുറെ നാൾക്ക് ശേഷം 1 മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് ഗ്രാൻഡ് ഫിനാലെ ഉണ്ടായിരുന്നത്. അതെ. അപ്പൊ അതിന്റെ ഗ്രാൻഡ് ഫിനാലെ നമ്മൾ ഇവിടെ ബാംഗ്ലൂർ വന്നതിന് ശേഷമാണ് ഞാൻ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നീണ്ട ഒരു വർഷത്തെ കാത്തിരിപ്പായിരുന്നു അടുത്ത സീസൺ 4 തുടങ്ങാൻ വേണ്ടിയിട്ട്. എല്ലാ വർഷവും ഇങ്ങനെ ഓരോ സീസൺ കഴിയുമ്പോൾ അടുത്ത സീസൺ തുടങ്ങാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കാത്തിരിക്കും. കാരണം എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു അഡിക്ഷൻ ആയിപ്പോയി ബിഗ് ബോസിനടുത്ത്. അതുപോലെ തന്നെ എൻ്റെ ഒരു വലിയൊരു ഡ്രീം ആട്ടോ ബിഗ് ബോസിനകത്ത് കയറണം എന്നുള്ളത്. ഈ കോമണേഴ്സ് ആയിട്ട് എൻട്രി വന്നതെന്നല്ലോ. അപ്പൊ ഞാൻ അതിനകത്ത് അപ്ലൈ ഒന്നും ചെയ്തില്ല. കാരണം എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് വേണമെന്ന് തോന്നി. കാരണം അല്ലാത്ത ബിഗ് ബോസിനകത്ത് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ഇവിടെ നിന്ന് പറയാൻ സുഖം, അവിടെ പോയിട്ട് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ ഒക്കെ പഠിച്ചിട്ട് എനിക്ക് എന്തായാലും ബിഗ് ബോസിനകത്ത് കയറണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹമാണ്. അതെന്തായാലും സാധിക്കുമെന്ന് വിചാരിക്കാം, നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും സീസൺ 4 വേണ്ടി കാത്തിരിപ്പായി. ഒരു വർഷം കഴിഞ്ഞു സീസൺ 4 വന്നു. സീസൺ 4 വന്നപ്പം 24 hours സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ എനിക്ക് ജോലി കാരണം എനിക്ക് കാണാൻ പറ്റുന്നേ ഇല്ല. കാരണം എനിക്കാണെങ്കിൽ ആ സീസൺ 4 ഫുൾ കണ്ടന്റ് ആണല്ലോ. ഭയങ്കര ഒരു അടിപൊളി സീസൺ ആയിരുന്നു 4. എനിക്ക് എപ്പോഴും 8 മണിക്കൂറാണ് എനിക്ക് ജോലി വന്നിട്ട്. ഞാൻ വർക്ക് ചെയ്യുന്നത് കാത്ത് ലാബിലാണ്, അതായത് കാർഡിയാക് ഡിപ്പാർട്ട്മെന്റ് ആണ്, അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് 8 മണിക്കൂർ ഡ്യൂട്ടി ആണെങ്കിൽ പോലും കേസ് ഉണ്ടെങ്കിൽ അത് എക്സ്റ്റെൻഡ് ആയി പോകും. അത് എത്ര സമയമാവുമെന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഭയങ്കര സങ്കടമായിരുന്നു. തീരെ 24 hours കാണാൻ പറ്റാത്തതുകൊണ്ട്. കാരണം പിന്നെ കുറെ വീഡിയോസ് ഒക്കെ ഗ്രൂപ്പിനകത്തൊക്കെ വീഡിയോസ് വരും കേട്ടോ. എനിക്കൊന്ന് പക്ഷെ പകുതി അതിന് ശേഷമാണ് ഞാനൊരു ബിഗ് ബോസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ജോയിൻ ആവുന്നത്. അപ്പൊ കുറച്ച് ദിവസത്തെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ അവര് ഓൾറെഡി ഇട്ടിട്ടാണല്ലോ വന്നത്, അതൊക്കെ കാണാറുണ്ട്. പക്ഷെ എന്നാലും ഈ 24 hours കാണാൻ പറ്റുന്ന എനിക്ക് ഭയങ്കര സങ്കടമാണ്. പിന്നെ എനിക്ക് ഓഫ് കിട്ടുന്നത് സൺഡേ ആണ്. സൺഡേ ആണെങ്കിൽ ഇതില്ല, ഈ 24 hours ഇല്ല, രാത്രിക്ക് തൊട്ടല്ലേ ഉള്ളൂ. അത് കാരണം എന്താ പറയാ, ഭയങ്കര സങ്കടമായിരുന്നു, കാണാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കരമായ കണ്ടന്റ് ഒക്കെ ഉള്ള ദിവസമൊക്കെ ആണെങ്കിൽ എങ്ങനെയൊക്കെ സമയം ഫുഡ് കഴിക്കാനൊക്കെ നമുക്ക് ലഞ്ച് ബ്രേക്ക് ചിലപ്പോൾ 5 മിനിറ്റ് ഒക്കെ കിട്ടുമല്ലോ. ആ സമയത്തൊക്കെ എടുത്ത് വെച്ച് നോക്കും എന്തായി എങ്ങനെയായി എന്നുള്ളത്. എനിക്ക് സീസൺ 4 എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ ജാസ്മിൻ ആയിരുന്നു കേട്ടോ. എനിക്ക് ജാസ്മിന്റെ ഗെയിം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പകുതി വെച്ച് പിന്നെ ജാസ്മിൻ പോയപ്പോ ഭയങ്കര സങ്കടമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ബിഗ് ബോസ് അവിടെ കളിക്കുകയാണെങ്കിൽ ഞാനും അവരുടെ കൂടെ അതിനകത്തുള്ള കൂടെയാണ് എനിക്കെപ്പോഴും അങ്ങനെ ഫീൽ ചെയ്യുന്നത്. കാരണം അവരവിടെ കളിക്കുന്നു, ഞാനും അവരുടെ കൂടെ ഇങ്ങനെ ഇരിക്കുന്നു അങ്ങനത്തെ ഒരു ഫീലിങ്സ് ആണ് എനിക്ക് എപ്പോഴും ഉണ്ടാവാറ്. അങ്ങനെ സീസൺ 4 ആണെന്ന് തോന്നുന്നു ഫുൾ കംപ്ലീറ്റ്. സീസൺ 1 ശേഷം പിന്നെ സീസൺ 4 ആണ് മൊത്തം കംപ്ലീറ്റ് ആയ ഒരു സീസൺ വന്നത്. സീസൺ 4 അടിപൊളി ഗെയിം ആയിരുന്നു. എല്ലാവരും നല്ല ഗെയിമേഴ്സ് തന്നെയായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ പറഞ്ഞ ഗ്രൂപ്പിനകത്ത് വന്നപ്പോൾ പിന്നെ വീഡിയോസ് ഒക്കെ കാണാൻ പറ്റാൻ തുടങ്ങി. പിന്നെ അങ്ങനെ സീസൺ 4 കഴിഞ്ഞു. സീസൺ 4 എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ യൂട്യൂബ് ചാനൽ തുടങ്ങണം, റിവ്യൂ ചെയ്യണം എന്നൊക്കെ. പക്ഷെ എന്താ പറയാ, ഇത് പറഞ്ഞ പോലെ ഒരു കോൺഫിഡൻസിന്റെ കുറവ് കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റിയില്ല. പിന്നെ സീസൺ 4 കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അടുത്ത സീസണിന് വേണ്ടിയുള്ള കാത്തിരിപ്പായി. ഇനി അടുത്ത സീസൺ തുടങ്ങണമല്ലോ, എന്നാലല്ലേ അടുത്തത് പറ്റൂ. ഈ സീസൺ 5 ഞാൻ അങ്ങനെ എനിക്ക് തോന്നുന്നു ഇത്രയും നാളത്തെ ഇതിൽ സീസൺ 5 ആണ് ഞാൻ കുറച്ച് അത്ര അഡിക്ഷൻ വരാഞ്ഞത്. കാരണം എനിക്ക് ആ ഒരു ഗെയിം അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി ഞാൻ കണ്ടില്ല. പിന്നെ ഇത് ലൈവ് കാണാത്തതുകൊണ്ടുള്ള സങ്കടം ഉണ്ടായിരുന്നില്ല എനിക്ക്. പിന്നെ സീസൺ 5 ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ സീസൺ 4 ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ. കാരണം ആ സീസൺ അത്രയും ഭയങ്കരമായ കണ്ടന്റ് ഉള്ള സീസൺ അല്ലായിരുന്നല്ലോ. അത് കഴിഞ്ഞ് പിന്നെ സീസൺ 6 വേണ്ടി കാത്തിരുന്നു. സീസൺ 6 വേണ്ടി ഞാൻ ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. കാരണം സീസൺ 4 പോലെ ഒരു സീസൺ ആവണേ സീസൺ 6 എന്നായിരുന്നു എന്റെ പ്രാർത്ഥന മുഴുവൻ. കാരണം സീസൺ 4 കണ്ടിട്ട് സീസൺ 5 ആയപ്പോഴത്തേക്കും അത് ഭയങ്കര ഡൗൺ ആയി പോയ ഒരു സീസൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ സീസൺ 6 അടിപൊളി ആവണമെന്ന് ഭയങ്കരമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാലല്ലേ നമുക്ക് ഇങ്ങനെ ഭയങ്കര ആവശ്യമൊക്കെ ഉണ്ടാവുള്ളൂ. സീസൺ 6 എന്തായാലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് ഞാൻ ഒരു ഉദ്ദേശിച്ചു. ഞാൻ അതുപോലെ തന്നെ തുടങ്ങി. എനിക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അതായത് ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുമോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുമോ എന്നുള്ള ഒരു കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും എൻ്റെ ഒരു ആഗ്രഹമല്ലേ, നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എല്ലാ ആഗ്രഹങ്ങളൊന്നും നടക്കില്ല. എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന ചില ആഗ്രഹങ്ങളൊക്കെ നടത്തണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ഫസ്റ്റ് വീഡിയോ തന്നെ, ആദ്യത്തെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ബിഗ് ബോസിന്റെ ട്യൂണൊക്കെ ഇട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇട്ടത്. അപ്പൊ എഡിറ്റിംഗ് എന്താണോ അല്ലെങ്കിൽ എഡിറ്റിംഗ് എങ്ങനെ എഡിറ്റ് ചെയ്യണമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. എനിക്ക് തോന്നിയ പോലൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ ഒരു വീഡിയോ ഇട്ടു. ആദ്യം ഷോർട്സ് ഇട്ടു. ആ ഷോർട്സ് തന്നെ എനിക്ക് തോന്നുന്നു അന്ന് 2 point something ആണെന്ന് തോന്നുന്നു. 2 point something K വീഡിയോസ് വന്നു.
അപ്പൊ അത് വെച്ച് അത്രയും വ്യൂസ് വന്നത് തന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. കാരണം നമ്മളെ സംബന്ധിച്ച് അതൊരു ലോട്ടറിയാണ്. കാരണം ഞാൻ അത്ര പോലും പ്രതീക്ഷിച്ചില്ല. ഒരാൾ കണ്ടാൽ മതി എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഇട്ടത്. പക്ഷെ അത്രയും പേര് കണ്ടപ്പോൾ തന്നെ എനിക്കെന്തോ ഭയങ്കരമായിട്ട് സന്തോഷമായി. പിന്നെ ഞങ്ങൾ ഭയങ്കര കോൺഫിഡൻസ് ആയി. പിന്നെ എന്റെ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്ത് തന്നത് എന്റെ ഫ്രണ്ടാട്ടോ. ആ ഒറ്റൊരു വീഡിയോ മാത്രം ഞാൻ സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ചെയ്തതൊക്കെ പിന്നെ അവളാണ് ചെയ്തത്. മൊത്തം എഡിറ്റ് ചെയ്തതും തംബ്നെയിൽ ഉണ്ടാക്കുന്നതൊക്കെ അവൾ തന്നെയാണ് ചെയ്തത്. പിന്നെ സെക്കൻഡ് വീഡിയോ, പിന്നെ ഓരോ വീഡിയോസ് അല്ലാതും പിന്നത്തെ വീഡിയോ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെയാണോ മൂന്നാമത്തെ വീഡിയോ തോന്നുന്നു, അതൊരു 12K അടിച്ചു. 12K അടിച്ചപ്പോഴത്തേക്കും പിന്നെ ഒന്നുകൂടെ സന്തോഷമായി, സമാധാനമായി, എന്തായി. അപ്പത്തേക്കും പിന്നെ ഇങ്ങനെ ഓരോ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ വന്നു തുടങ്ങിട്ടോ. ആദ്യം എനിക്ക് തോന്നുന്നു എനിക്ക് 10 ആയി, 10ന്ന് പിന്നെ അതൊരു 20 ആയി, 50 ആയി, പിന്നെ അത് 100 ആയി. 100 ആയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. 100 പേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ സംബന്ധിച്ച് അയ്യോ ഭയങ്കര സംഭവമാണല്ലോ. എന്താ യൂട്യൂബിനകത്ത് 100 പേര്, അതായത് എന്നെ ഇഷ്ടപ്പെട്ടോണ്ടാണല്ലോ, അല്ലെങ്കിൽ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു 100 പേരുണ്ടെന്ന് പറയുമ്പോൾ തന്നെ എന്നെ ഓഹോ വാവോ എന്നൊരു പറയണം. അത്ര സന്തോഷം, എനിക്കത് പറഞ്ഞറിയിക്കാറില്ല. പിന്നെ അത് 200 ആയി, 200 പിന്നെ 500 ആയി, 500 ആയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. പിന്നെ ഒരു 1000 ആവണമെന്നായിരുന്നു പിന്നെ ആഗ്രഹം. പിന്നെ 500-ൽ നിന്ന് പെട്ടെന്നായിരുന്നു കേട്ടോ 1000 ആയത്. കാരണം ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായി. അതെനിക്ക് തോന്നുന്നു 6 ലാക്ക് വ്യൂസ് ഒക്കെ വന്നായിരുന്നു. അതിനകത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 1000-ത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് വന്നു. അപ്പൊ അത് ഭയങ്കര സന്തോഷമായി. നമ്മളെ സംബന്ധിച്ച് ഒരു വീഡിയോ വൈറലായി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ കേട്ടോ, ഇങ്ങനെ ആ വീഡിയോ വൈറലായി, ഈ വീഡിയോ വൈറലായി. അപ്പം നമ്മൾ ആ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി നമ്മളൊരു വീഡിയോ വൈറലാന്നൊക്കെ പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കെന്താ എന്ത് പറയണം എന്ന് അറിയില്ല. അത് അത്രയ്ക്ക് സന്തോഷമായി പോയി. ഭയങ്കര സന്തോഷമായിരുന്നു ആ വീഡിയോ അങ്ങനെ അത്രയും പെട്ടെന്ന് റീച്ച് ആവുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിന് ശേഷം ഓരോ വീഡിയോസ് ഇങ്ങനെ ഇടാൻ തുടങ്ങി. ഓരോ വീഡിയോസ് ഇങ്ങനെ കുറെ വീഡിയോസ് ഒക്കെ നല്ല രീതിയിൽ റീച്ച് കിട്ടി. കുറെ വീഡിയോസ് ഒക്കെ എത്രയോ 100, 50 വ്യൂസ് ഒക്കെ ഉള്ള വീഡിയോസ് ഒക്കെ ഉണ്ട് കേട്ടോ എൻ്റെത്. അപ്പൊ അങ്ങനെ പോകുന്നു. പക്ഷെ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകുന്നു. പിന്നെ അതിനുശേഷം ആണ് നമ്മുടെ സ്റ്റാർട്ട്. എനിക്കൊന്ന് ആദ്യം എന്റെ ഫേസ് കാണിച്ചിട്ട് ഞാൻ വീഡിയോ ഇടുന്നത്. വോയിസ് ഇട്ട വീഡിയോ വേറെ ഉണ്ട്. വോയിസ് ഇട്ട വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് വ്യൂസ് വന്നു. അപ്പൊ തന്നെ കുറച്ചുകൂടെ കോൺഫിഡൻസ് ആയി. കാരണം വോയിസ് ഇട്ട വീഡിയോക്ക് വ്യൂസ് കിട്ടിയല്ലോ, അപ്പൊ തന്നെ കോൺഫിഡൻസ് ആയി. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് വീഡിയോ ഇടുന്നത് നമ്മുടെ കോമൺ ഹൗസിന്റെ ഒരു പ്രോമോ വന്നല്ലോ. അപ്പൊ ആ വീഡിയോ ആണ് ഞാൻ ആദ്യമായിട്ട് എന്റെ ഫേസ് കാണിച്ചിട്ടുള്ള ഈ വീഡിയോ ഞാൻ ഇടുന്നത്. അപ്പൊ ആ വീഡിയോക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ എനിക്ക് വ്യൂസ് വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ആവും എന്നൊരു കോൺഫിഡൻസ് വന്നു. അതിനുശേഷം പിന്നെ എല്ലാ വീഡിയോസും ഫേസ് കാണിച്ചെന്നെ ഇട്ടെ. പക്ഷെ എല്ലാ വീഡിയോ ചില വീഡിയോസ് എനിക്ക് എന്റെ ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോസിൽ ഒരു വീഡിയോ 4.something K വ്യൂ വന്നിട്ടുണ്ട് ഒരെണ്ണം. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറെയൊക്കെ 500, 600 അങ്ങനത്തെ വ്യൂസ് തന്നെയാണ്. പിന്നെ ചില വീഡിയോസ് ഒക്കെ 1000, പിന്നെ ഒരു വീഡിയോ 2.something എന്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മളൊരു ഫോട്ടോ ഇട്ട് അല്ലാതെ വീഡിയോ ഇങ്ങനെ സോങ് ഇട്ടുള്ള വീഡിയോ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ടും കൂടുതൽ ഞാൻ സ്വന്തമായിട്ട് ഇവിടെ വന്നിരുന്ന് പറയുമ്പോൾ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് കിട്ടുമ്പോൾ സന്തോഷം അത് വേറെ തന്നെയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ അതും എന്റെ കോൺഫിഡൻസിന്റെ ലെവൽ ഇങ്ങനെ കൂട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വ്യൂസ് ഇങ്ങനെ കുറയുന്നുണ്ട്. അപ്പൊ സങ്കടമുണ്ട്. പിന്നെ നമ്മളിപ്പോ സ്റ്റാർട്ട് ആയി വെച്ചിട്ട് പുറകോട്ട് നോക്കുമ്പോൾ എന്തായാലും ഞാൻ ഇത്രയും ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഞാൻ 0 തുടങ്ങിയ ഒരാളാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ വലിയ യൂട്യൂബറോ അല്ലെങ്കിൽ എന്താ പറയാ വലിയ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല. എനിക്കിപ്പോ 1542 പേരോ അത്രയും കൂടെ ഉള്ളൂ സബ്സ്ക്രൈബേഴ്സ്. എന്നാലും എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്കതൊരു വലിയൊരു സംഭവം തന്നെയാണ്. കാരണം ഞാൻ 0 സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. ഇത്രയും ഒരു 3-4 മാസം കൊണ്ട് തന്നെ ഇത്ര സബ്സ്ക്രൈബേഴ്സ് ആയി എന്ന് പറയുമ്പോൾ തന്നെ എനിക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതിൽ ഞാൻ നിങ്ങളോട് ഒരുപാട് നന്ദിയുള്ള ഒരാൾ തന്നെയാണ്. കാരണം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് അത്രയും സപ്പോർട്ട് കിട്ടി, അത്ര സബ്സ്ക്രൈബേഴ്സ് വന്നത്. കാരണം നിങ്ങൾ എന്നിൽ നിന്ന് എന്തോ പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്നിൽ നിന്ന് എന്തൊക്കെ കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത്. അതൊരിക്കലും ഞാൻ തെറ്റിക്കത്തില്ല. എന്തായാലും ഞാൻ നല്ല രീതിയിൽ തന്നെ വീഡിയോ ചെയ്യും. ഇനിയും ബാക്കിയെല്ലാം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. അപ്പൊ ഇവിടം വരെയാണ് ഇപ്പൊ എന്റെ യൂട്യൂബിന്റെ ചാനൽ ഇങ്ങനെ എത്തി നിൽക്കുന്നത്. ഇനിയും മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, ഞാനിങ്ങനെ ഫുള്ള് ഇരുന്ന് കാണുന്നില്ല. ഈ എപ്പിസോഡ് ഡെയിലി കാണും, ഈ ലൈവ് ഫുള്ള് ഇരുന്ന് കാണാൻ പറ്റാറില്ല. കാരണം ഈ ഡ്യൂട്ടി ഉള്ള കാരണം ഇങ്ങനെ മൊത്തം കുത്തിരുന്ന് കണ്ട് റിവ്യൂ ചെയ്യാൻ പറ്റാറില്ല ശരിക്കും പറഞ്ഞ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പിനകത്ത് വരുന്ന വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ കൂടുതലും വീഡിയോ ചെയ്യുന്നത്. പിന്നെ എന്റെ ഫ്രണ്ട് ഉണ്ട്, അവളും കുറച്ച് കാണുന്നപ്പോൾ അവൾ പറഞ്ഞു തരും. പിന്നെ ആളുടെ ആക്സെപ്റ്റിൽ മാത്രം പറഞ്ഞാൽ മതിയല്ലോ. എനിക്ക് എന്റേതായ രീതിയിലും കണ്ടാലല്ല പറയാൻ പറ്റുള്ളൂ. കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇങ്ങനെ കാണാതെ
വീഡിയോ ചെയ്യാന്നുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ യൂട്യൂബേഴ്സും ഇടുന്ന പോലെ ഫസ്റ്റ് തന്നെ വീഡിയോ ഇടാൻ എന്നെ കൊണ്ട് പറ്റാറില്ല. കാരണം ഈ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന എന്നോട് സമയത്തായിരിക്കും. പിന്നെ ഓരോ ദിവസം പല പല ഡ്യൂട്ടി ആയിരിക്കും. ഇന്ന് ഒരു ഡ്യൂട്ടി ആണെങ്കിൽ വേറെ ദിവസം വേറൊരു ഡ്യൂട്ടി ആയിരിക്കും. അപ്പൊ ആ ഒരു ഇത് അനുസരിച്ചിട്ട് എനിക്ക് എന്താ പറയാ, അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്, ഇപ്പോഴും ആണ്. പക്ഷെ എന്നാലും എൻ്റെ ഒരു ഫാഷൻ ആയതുകൊണ്ട് മാത്രം ഞാനിത് ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. ഡെയിലി ഒന്നും പിന്നെ തന്നെ വീഡിയോ ഇടാറില്ല. കാരണം ചില ദിവസങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടായിരിക്കും വരുന്നത്. വർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെക്ടിക് വർക്കാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ കാര്യം വേറൊന്നുമല്ല, ഒന്നാമത് നമ്മളവിടെ ഭയങ്കര ടയേർഡ് ആയിട്ടാണ് വരുന്നത്. ഒന്ന് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷെ എൻ്റെ ഒരു പാഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. കാരണം അവിടെ എന്ന് പറയുന്നത് റേഡിയേഷനകത്തുള്ള ഒരു വർക്കാണ്. അതുകൊണ്ട് തന്നെ റേഡിയേഷൻ അടിക്കുമ്പോൾ നമ്മൾ ഫുൾ ബോഡി റേഡിയേഷൻ അടിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി നമ്മുടെ ഈ ഹെൽത്ത് ഒക്കെ കുറച്ച് വീക്ക് ആവും. പിന്നെ നമ്മുടെ ബോഡിയുടെ ഫ്ലൂയിഡ് ഒക്കെ ഇങ്ങനെ ലോസ് ആയിക്കൊണ്ടേയിരിക്കും. അത് കാരണം ഒന്നാമത് ഭയങ്കര തലവേദന ആയിരിക്കും. അപ്പൊ ഒന്ന് കിടന്നാൽ മതി, അല്ലെങ്കിൽ ഒന്ന് ഫുഡ് കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങണം എന്നുള്ളൊരു മെന്റാലിറ്റിയോടെയാണ് വരുന്നത്. പക്ഷെ എന്നാലും വീഡിയോ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഒരു സങ്കടമാണ്. കാരണം ഞാൻ ആഗ്രഹിച്ചു തുടങ്ങിയ ഒരു ചാനലാണ്. അപ്പോൾ ഒരു ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിൽ എന്തായാലും അറിയാം പിന്നീട് അങ്ങോട്ട് ഇങ്ങനെ അത് താഴ്ന്നു വരും. എനിക്ക് ചില ദിവസങ്ങൾ ഒട്ടും പല ദിവസങ്ങളായതുകൊണ്ട് മാത്രമാണ് വീഡിയോസ് ഇടാത്തത്. പിന്നെ ചില ദിവസങ്ങൾ ഓക്കെ എന്തായാലും ഇടാം, ഉറപ്പായിട്ട് ഇടാന്ന് വിചാരിച്ചിട്ട് ഇടും. പിന്നെ ചിലപ്പോ ഭയങ്കരമായിട്ട് ക്ഷീണം വരുമ്പോ എന്താ പറയാ, എനിക്ക് പറയുന്നത് പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നത് ഇങ്ങനെ പറയുന്നത് തോന്നുമായിരിക്കും. അത്രയും ടയേർഡ് ആയതുകൊണ്ട് മാത്രമായിരിക്കും ചില സമയത്ത് സംസാരിക്കുന്നതൊക്കെ വേറെ രീതിയിലൊക്കെ ഒരു സംസാരം ഒന്നും ശരിക്കും നന്നായിട്ടായിരിക്കില്ല ഉണ്ടാവുക. അപ്പൊ അതിൻ്റെതായ തെറ്റുകളും അതിൻ്റെതായ കുഴപ്പങ്ങളും ഒക്കെ എൻ്റെ വീഡിയോസിന് കാണും. പക്ഷെ നിങ്ങൾ അതെല്ലാം ക്ഷമിക്കണം. ഒരു ദിവസം എന്തായാലും നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് തന്നെ വിചാരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് ഇനിയും വരും. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നെന്ന് വിചാരിക്കുന്നു. അപ്പൊ എൻ്റെ ഒരു സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ എനിക്ക് ഒന്നിച്ച് ലോങ് ആയിരിക്കും വേണമെങ്കിൽ വീഡിയോ. അപ്പം നിങ്ങൾക്ക് പറ്റുന്നത്ര നിങ്ങൾ കാണും. ഞാൻ ഫുള്ള് കാണുമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്ര നിങ്ങൾ കാണും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരു വിഷുദിന ആശംസകൾ നേരുന്നു. താങ്ക് യു.